ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 82ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വരിലിരുന്നതിരറ്റെഴും വിവേകം പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും ഇതിനിരയായിടുന്നു സർവം. അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വരിലിരുന്നതിരറ്റെഴും വിവേകം പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും ഇതിനിരയായിടുന്നു സർവം. അരണി കടയുമ്പോൾ അഗ്നി ജ്വലിച്ചുയരുന്നത് പോലെ ജ്ഞാനാന്വേഷികളിൽ വിവേകത്തിൻ്റെ അഗ്നി വെളിപ്പെടുന്നു. ആത്മാന്വേഷികളിൽ വിവേകത്തിൻ്റെ അഗ്നി വെളിപ്പെടുന്നു. പരമമായ ചിതാകാശത്തിൽ അത് ജ്ഞാനസൂര്യനായി വിളങ്ങുന്നു. കർമ്മബന്ധങ്ങളും അവിദ്യയും എല്ലാം ആ അഗ്നിയിൽ കത്തിയെരിയുന്നു. നമുക്ക് ഈ ശ്ലോകത്തെ ഒന്ന് വിശദമായി പഠിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം പ്രപഞ്ചത്തെ രണ്ടായി പിരിഞ്ഞ് ഭോക്തൃരൂപത്തെയും ഭോഗ്യവിശ്വത്തെയും പഠിച്ചു. പ്രപഞ്ചത്തിലെ അസംഖ്യം വിഷയങ്ങളാണുള്ളത്. ഭോഗ്യവിശ്വം, നാവിൻ്റെ രുചിക്ക് വേണ്ടി അസംഖ്യം ഭക്ഷ്യവസ്തുക്കളുണ്ട്. കണ്ണിൻ്റെ സുഖം കൊടുക്കുന്ന അസംഖ്യം കാഴ്ചകളുണ്ട്. അങ്ങനെ 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 നമ്മുടെ എല്ലാ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിൽ അസംഖ്യം ഭോഗ്യവിശ്വമുണ്ടെന്ന് നാം പഠിച്ചു. ഇങ്ങനെ അസംഖ്യ വിഷയങ്ങളെ ആസ്വദിച്ചു നാം വെളിയെ സമുല്ലസിക്കുകയാണ്. ഗുരു പറയുന്നു, ഇതെല്ലാം നമ്മെ ദുഃഖത്തിലാണ് എത്തിക്കുന്നത്. ആടലാം കടലിൽ ഒന്നായി വീണ് വലയും നാം. ഇന്ദ്രിയങ്ങൾ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയാൽ വലിയ ദുഃഖമുണ്ടാകുന്നു. ഇതിൽ നിന്ന് മോചനം വേണ്ടേ? ഉൾപ്രപഞ്ചത്തിലേക്ക് നാം ബാഹ്യപ്രപഞ്ചത്തിൽ മുഴുകിയാൽ ഉൾപ്രപഞ്ചത്തെ അറിയാതെ പോകുന്നു. ഗുരു ബോധിപ്പിക്കുന്നു, നമുക്ക് ഉണ്മയിലേക്ക് തിരിയുകയാണെങ്കിൽ അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വരിൽ ഇരുന്ന് അതിരറ്റെഴും വിവേകം. സ്വന്തം ഉണ്മയിലേക്ക് തിരിഞ്ഞ് ആത്മാന്വേഷണം, അതാണ് അരണി കടയുക. അരണി കടഞ്ഞ് കൂട്ടിയുരസൽ സംഭവിക്കുമ്പോൾ അവിടെ അഗ്നി ഉണ്ടാകുന്നു. അരണി എന്ന് പറഞ്ഞാൽ എന്നൊരു നല്ല പാറ പോലെ കട്ടിയുള്ള 2 മരക്കഷ്ണങ്ങളാണ്. അത് കൂട്ടി ഉരസുമ്പോൾ അതിൽ നിന്ന് അഗ്നികണങ്ങൾ, അഗ്നിസ്ഫുല്ലിംഗങ്ങൾ ഉണ്ടാകുന്നു. അത് ഒന്നിൽ കേന്ദ്രീകരിച്ച് വെക്കുമ്പോൾ അവിടെ നമുക്ക് യാഗാഗ്നി ഉണ്ടാക്കാം. അന്വേഷണത്തിൻ്റെ തീപ്പൊരിയിൽ അതിരറ്റ വിവേകമുണ്ടാകുന്നു. വിപുലമായ അഗ്നിയായി പിന്നെ ജ്വലിക്കും. ഇത് മനുഷ്യൻ്റെ സാധ്യതയാണ്. മനുഷ്യൻ്റെ ഏറ്റവും മഹത്തായത് ദൈവമാണ്. എന്നാൽ ദൈവത്തെ മനുഷ്യൻ അറിയുന്നില്ല. മതങ്ങൾ അത് മുതലെടുക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത മതങ്ങൾ ചൂഷണം ചെയ്യുന്നു. മനുഷ്യൻ ഉള്ളിലേക്ക് നോക്കൂ, അവിടെ കർഷണം നടക്കുന്നു. അരണി കടയുന്നു. പുറമേ സുഖം തരുന്ന വിഷയങ്ങളെ ഉപേക്ഷിച്ച് ഉൾപ്രപഞ്ചത്തിൽ ആത്മാന്വേഷണം നടത്താൻ, അരണി കടയാൻ മനുഷ്യർ പൊതുവെ തയ്യാറാകുന്നില്ല. അരണി കടഞ്ഞു പോയാൽ, അവൻ ഉണ്മയെ അന്വേഷിച്ചാൽ, ഉണ്മയിൽ താല്പര്യം വന്നാൽ, അതിനെ പരിപോഷിപ്പിച്ചാൽ അവിടെ അഗ്നിസ്ഫുല്ലിംഗം വികസിച്ച് അതിരറ്റ വിവേകമുണ്ടാകും. ആ വിവേകത്തിലേക്കാണ് നാം ഉയരേണ്ടത്. ആത്മാന്വേഷ പ്രക്രിയ മനുഷ്യൻ തുടർന്നാൽ അത് അഗ്നിസ്ഫുല്ലിംഗങ്ങളായി കണികകൾ വികസിച്ച് അതിരറ്റ വിവേകമായി മാറും. ഭോഗ്യ വിഷയങ്ങൾ അനുഭവിക്കുന്നതിനു പകരം ആത്മാന്വേഷണത്തിലൂടെ നമുക്ക് ആത്മസുഖം അനുഭവിക്കാം. ഇതിനെ അനുഭവിക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ടാവണം.
അതിന് ഭോഗ്യവിശ്വത്തെ തിരസ്കരിക്കണം. ഭോഗ്യവിശ്വം നിത്യദുഃഖമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മാന്വേഷണം തുടരുകയുള്ളൂ. അതാണ് അരണി കടഞ്ഞ് അഗ്നി എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആയാൽ ആരായി വവരിലിരുന്നതിരറ്റെഴും വിവേകം. ആരായി വവരിൽ അന്വേഷിക്കുന്നവർക്ക് അതിരറ്റ വിവേകം ഉണ്ടാകുന്നു. ആത്മാവിനെ നുകരുന്ന മാറ്റം മനുഷ്യൽ ഉണ്ടാകുന്നു. അരണി കടയുക എന്നുള്ളത് നാം പഠിച്ചു. ഇതിൽ അഗ്നികുണ്ഡം ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് നാം തീപ്പെട്ടിയൊന്നും ഉപയോഗിക്കാറില്ല. അരണി കടഞ്ഞിട്ട് മാത്രമാണ് യാഗാഗ്നിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആത്മാവാകുന്ന അഗ്നിയെ ജ്വലിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ലെൻസ് കൊണ്ട് പേപ്പർ കത്തിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ലെൻസ് സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വെച്ച് ഒരേ പോയിന്റിൽ ആ പ്രകാശരശ്മികൾ ചേർന്നാൽ ലെൻസിൻ്റെ താഴെ വെച്ച പേപ്പർ കത്തുന്നു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ചിന്നിച്ചിതറി പോകേണ്ടതായ ആ തീവ്രത കുറഞ്ഞ പ്രകാശരശ്മികളെ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ തീവ്രത കൂടുകയും കത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മാവിനെ ജ്വലിപ്പിക്കാൻ ഇതുപോലെ ആക്കണം. ഒരൊറ്റ ബിന്ദുവിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അത് ജ്വലിക്കും. ആത്മാവ് ജ്വലിക്കും. ഇത് നാം പിന്തുടരേണ്ടതാണ്. പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും ഇതിനിരയായിടുന്നു സർവം. പഞ്ചഭൂതാത്മകമായ സകല പ്രപഞ്ച വിഷയങ്ങളും ഏകമായ ആത്മാവിൻ്റെ എരിയലിൽ ഇല്ലാതാകുന്നു. പരമചിദംബരമാർന്ന ഭാനു, പരമമായ ചിദാകാശത്തിൽ ഉദിച്ചുയർന്നു പൊങ്ങി എരിയുന്ന ആത്മസൂര്യൻ, നമ്മുടെ ഉള്ളിൽ വിരിയുന്ന സൂര്യൻ, നമ്മുടെ ആത്മാവ് അനേക കോടി സൂര്യൻ്റെ പ്രകാശം താൽ ജ്വലിക്കുന്നു. സകല പ്രപഞ്ച പ്രതിഭാസങ്ങളും അതിനിരയായി നിന്നെരിയും സർവം. ആത്മസൂര്യന് വിധേയമായി അതിൽ ലയിക്കും. ആത്മസൂര്യൻ്റെ പ്രകാശം നാം കാണുന്ന സൗരയൂഥത്തിലെ സൂര്യപ്രകാശത്തേക്കാൾ എത്രയോ മടങ്ങാണ്. നാം ഓരോരുത്തരും സത്യത്തിൽ ഓരോ സൂര്യനെ പേറി നടക്കുന്നവരാണ്. പരമചിദംബരമാർന്ന ഭാനുവിനെ പേറി നാം നടക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ പ്രപഞ്ചമാണ്. സൗരയൂഥത്തേക്കാൾ മഹത്തരമാണ്. ഞാൻ സ്വയം പ്രകാശരൂപമാണ്. തൻ്റെ ആത്മാവിൻ്റെ കോടി സൂര്യപ്രഭയെ ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്ന ദർശനമാണ് ഗുരുവിൻ്റേത്. അതിരറ്റ വിവേകത്തിൻ്റെ ഉടമയാണ് നാം. നമ്മെ പൂർണ്ണനാക്കുന്നു. ഈ സത്യം, ഈ ദർശനം നമ്മെ പൂർണ്ണനാക്കുന്നു. ബൗദ്ധികമായ നേട്ടങ്ങളെ പ്രതീക്ഷിച്ച് ആത്മതത്വങ്ങളെ അറിയാതെ പോകരുത്. ആത്മതത്വമാണ് അടിസ്ഥാനപരമായി നിലനിർത്തുന്നത്. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നു, നാം ഓരോരുത്തരും ഓരോ പ്രപഞ്ചമാണ്. പരമചിദംബരനായ ഭാനുവായി എരിയുന്നത് നമ്മുടെ ഉള്ളിലാണ് എന്ന് തിരിച്ചറിയണം. തൻ്റെ ഉള്ളിലെരിയുന്ന ആത്മസൂര്യൻ്റെ ഇരയാണ് ഈ സകല പ്രപഞ്ച പ്രതിഭാസങ്ങളും എന്ന് തിരിച്ചറിയണം. ഇത് കൂടുതലായി പഠിച്ചുകൊണ്ടേയിരിക്കുക. ആത്മാന്വേഷണത്തിന് നമുക്ക് ഗുരുകൃപയുണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.